ഇന്നത്തെ വീഡിയോ സോഷ്യൽ വർക്ക് കാനഡയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്ന പ്രോസസ്സിലെ ഒരു ചെറിയ കാര്യത്തെ പറ്റിയാണ്. കാരണം ഈ പ്രോസസ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് CASW ചെയ്യുക എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മറിച്ച് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷനിൽ 2 പ്രോസസ്സാണ് കാനഡയിലുള്ളത്. ഒന്ന്, നമ്മൾ അസസ്മെൻറ്റ് നടത്തണം. 2, രജിസ്ട്രേഷൻ ചെയ്യണം. CASW ചെയ്യുന്നത് അസസ്മെൻ്റ് ആണ്. എന്താ അസസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ അല്ല നമ്മൾ സോഷ്യൽ വർക്ക് പഠിച്ചതുകൊണ്ട് പുറത്തു നിന്നുള്ള നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ ഡിഗ്രി കാനഡയിലെ സോഷ്യൽ വർക്ക് ഡിഗ്രിയുമായിട്ട് ഈക്വലൻ്റ് ആണോ എന്ന അസസ്മെൻറ്റ് നടത്തുന്നതാണ് CASW ചെയ്യുന്നത്. CASW ചെയ്യുന്നത് രജിസ്ട്രേഷൻ അല്ല, അസസ്മെൻ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. CASW ചെയ്ത സംഭവം ഉണ്ടെങ്കിൽ CASWൻ്റെ എന്നുള്ള ഈക്വലൻസി BSW അല്ലെങ്കിൽ MSW ഈക്വലൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് അതാത് പ്രൊവിൻസുകളിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CASW ചെയ്യുന്നത് അസസ്മെൻറ്റ്, പ്രൊവിൻസുകളിലെ റെഗുലേറ്ററി ബോഡികൾ ചെയ്യുന്നത് രജിസ്ട്രേഷൻ. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, എല്ലാ പ്രൊവിൻസുകളും കാനഡയിലുള്ള എല്ലാ പ്രൊവിൻസുകളും CASW അസസ്മെൻ്റ് അല്ല അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ്, കാനഡയിലെ ഏത് പ്രൊവിൻസിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് ആ പ്രൊവിൻസിലെ റെഗുലേറ്ററി ബോഡി, സോഷ്യൽ വർക്കിൻ്റെ റെഗുലേറ്ററി ബോഡിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് ആളുകളുടെ ക്വാളിഫിക്കേഷൻ ആരാണ് അസസ്മെൻറ്റ് ചെയ്യേണ്ടത്, ആരുടെ അസസ്മെൻ്റാണ് ആ റെഗുലേറ്ററി ബോഡിക്ക് വേണ്ടതെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം CASW ചെയ്യുക. ഒണ്ടേറിയോരും ഒരുവിധം പ്രൊവിൻസുകളിലെല്ലാം CASW എടുക്കും. അതുകൊണ്ടാണ് ഞാൻ CASW അസസ്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ കാരണം. അപ്പോൾ CASW പ്രധാനമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, CASW രജിസ്ട്രേഷൻ അല്ല. CASWയിൽ നമ്മൾ ചെയ്യുന്നത് പുറത്തു നിന്നുള്ള സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കാനഡയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനുമായിട്ട് ഈക്വലൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കലാണ്, ആ ഒരു അസസ്മെൻറ്റ് നടത്തലാണ്. ആ അസസ്മെൻറ്റ് ലെറ്റർ കിട്ടിയാലാണ് ഒരുവിധം പ്രൊവിൻസുകളിലെല്ലാം നമുക്ക് സോഷ്യൽ വർക്കിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.